പ്രൈസിലോടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് പകലും നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. അവിടെ എവിടെങ്ങളായിരുന്ന എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, ഇതെന്നോട് സംസാരിച്ചതാണെന്ന് തോന്നി, എനിക്കുള്ള മെസ്സേജാണെന്ന് തോന്നി, എന്നെ ബലപ്പെടുത്തി. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവ് വാഴ്ത്തുന്നു. ക്രിസ്തീയ ജീവിതം ഒരു ജയകരമായ ജീവിതമാണ്. എന്നാൽ എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല. തോൽവികളും പരാജയങ്ങളും നഷ്ടങ്ങളും വേദനകളും അവഗണിക്കപ്പെടുത്തലും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മുടെ ജീവിതം. നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. ദൈവം ആരാണെന്നുള്ളൊരു വെളിപ്പാടാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയം. മറിയയ്ക്ക് യേശു കർത്താവ് ആരാണെന്ന് വെളിപ്പാടുള്ളത് കൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞായത്. ആ രക്തസ്രാവക്കാരിക്ക് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം വരും. ആ ഒരു തിരിച്ചറിവും ആ ഒരു വെളിപ്പാടുമാണ് സൗഖ്യം വരുവാൻ കാരണമായത്. മേൽക്കൂര പൊളിച്ചെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ സൗഖ്യമുണ്ടാകും എന്നുള്ളിൽ ആ സ്നേഹിതന്മാർക്ക് ഉണ്ടായ ഒരു വെളിപ്പാടാണ് ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കിയത്. ആ ശതാധിപൻ്റെ വെളിപ്പാടാണ് പക്ഷവാതക്കാരനായ ബാല്യക്കാരനെ എഴുന്നേൽപ്പിച്ചത്. ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ചില അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ മറിയയ്ക്ക് ആ വെളിപ്പാടുണ്ടായത് കൊണ്ടാണ് അത്ഭുതം നടന്നത്. അത്ഭുതം മാത്രമല്ല അവിടെ നടന്നത്, അവിടുത്തെ നിന്നയും ദൈവം മാറ്റി. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കുക മാത്രമല്ല, ദൈവം അവിടുത്തെ നിന്നയെ മാറ്റുവാനിടയായി. മാറ്റി നിർത്തിയതിനെ, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതിനെ, എന്നും ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീനമായി കിടന്നതിനെ മാന്യതയുള്ളതാക്കി തീർത്തു. വെള്ളം വീഞ്ഞാക്കി കാര്യത്തെക്കുറിച്ചല്ല ഇന്ന് പറയുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ ജീവിതം ഇങ്ങനെ ഒതുങ്ങി തീരുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് അവസാനിക്കുകയുള്ളൂ, ഒരു രീതിയിലും പുറത്തു വരാൻ എനിക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ വർഷവും പലരെ ഉപയോഗിച്ചപ്പോൾ ഒത്തിരി സങ്കടം പറഞ്ഞ പലരും മാറ്റി നിർത്തിയ പല പാത്രങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ഈ കാനാവിലെ കല്യാണ വീട്ടിലും ഒരുക്കപ്പെട്ട സ്ഥലത്തെല്ലാം പാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഈ കല്യാണ വീട്ടിലും വീഞ്ഞുണ്ട്. ഒരുക്കപ്പെട്ട പാത്രത്തിലേക്കെല്ലാം എല്ലാവരും നോക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുന്നു, എല്ലാവരുടെയും കണ്ണുകൾ ആകർഷിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളും ആ കല്യാണ വീട്ടിൽ ഉണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും കല്യാണ വീട്ടിൽ നടക്കുന്നതിനാൽ അവിടെ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരാറ് കൽപാത്രങ്ങൾ ആ കല്യാണ വീട്ടിലുണ്ട്. എന്നാൽ ആ കൽപാത്രവും പറഞ്ഞു കാണും, എത്ര നാളായി ഞാൻ ഇങ്ങനെ കിടക്കുന്നു, ആർക്കും വേണ്ട, പലരും വന്ന് കാണുന്നു, എന്നാൽ ഇവിടെ തന്നെ ഇങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കാനാണോ? എന്നും ഈ കിണറ്റിൻ്റെ കരയിൽ കാലും കൈയും കഴുകാൻ വേണ്ടിയാണോ ഇവിടെ ഇരിക്കുന്നത്? അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രമാണോ എന്ന് പലപ്പോഴും നമ്മളും പറഞ്ഞിട്ടില്ലേ? പലപ്പോഴും നമ്മൾ ഓർത്തിട്ടില്ലേ? എന്നാൽ മാന്യതയുടെ ഒരു പാത്രമാക്കാൻ കർത്താവ് എന്താ ചെയ്യുന്നത്? എന്താ കർത്താവിനെ ഒരു മാന്യതയുടെ പാത്രമാക്കാത്തത് എന്ന് പലപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നില്ലയോ? എന്നെ എന്താ ഇങ്ങനെ കിണറ്റിൻ്റെ കരയിൽ മാത്രം ഇട്ടേക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരനുഗ്രഹമാകും ഈ മെസ്സേജ്. ഞാനിന്ന് ഒരു കൽപാത്രമായി കിണറ്റിൻ്റെ കരയിൽ കിടക്കണോ? എന്നാൽ എന്നും അങ്ങനെ ആർക്കും വേണ്ടാതെ കൈയും കാലും കഴുകാൻ വേണ്ടി ഒരിക്കലും നീ കിടക്കത്തില്ല. കർത്താവ് ആരെയും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മറക്കത്തില്ല. എന്നാൽ ഒരു കാര്യം, നിന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നിനക്ക് വേണ്ടി നിന്റെ സമയം വരുമ്പോൾ കർത്താവ് നേരോടെ വിധിക്കും. എന്നാൽ ആ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ, സമയമായപ്പോൾ കർത്താവ് പറയാ, നിങ്ങളെ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ. ശിഷ്യന്മാർ വെള്ളം കോരി നിറച്ചു. ഇന്നലെ വരെ നീ അനുഭവിച്ച ചില വേദനകളുണ്ടല്ലോ, ചില മാറ്റി നിർത്തപ്പെടലുണ്ടല്ലോ, നിന്റെ വീഴ്ച കാണാൻ കാത്തു നിന്നവരുണ്ടല്ലോ, എന്ന് നീ ആ കിണറ്റിൻ്റെ ചൂട്ടിൽ കിടക്കുമെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവരുണ്ടല്ലോ. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് ആ കൽപാത്രങ്ങളെ മാന്യതയുടെ പാത്രമാക്കി തീർത്തു. എല്ലാവരുടെയും കണ്ണ് പതിയത്തക്ക രീതിയിൽ, എല്ലാവരും ആകർഷിക്കത്തക്ക രീതിയിൽ കർത്താവ് മാന്യതയുടെ പാത്രമാക്കി. കർത്താവ് മാനിച്ചതുപോലെ എന്നെയും നിന്നെയും പുറത്തു കൊണ്ടുവരണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഒരു നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഈ 2026 കർത്താവിന് പ്രയോജനമുള്ളൊരു പാത്രമാക്കി എന്നെ തീർക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന് കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നലകളിൽ മാറ്റി നിർത്തിയവർ കാണാം, ഇന്നലകളിൽ അവഗണിച്ചവർ കാണാം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവർ കാണാം. എന്നാൽ നിന്നെ
ചേർത്ത് നിർത്തുന്ന ഒരു യേശുവുണ്ട്. മറ്റു നിർത്തിയവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ഒരു യേശുവുണ്ട്. ഒരു പ്രത്യേകത, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നിന്നെ ഉപയോഗിച്ചവർ കാണും. നീ പറഞ്ഞു കാണും, പലരുടെ ആവശ്യം വരുമ്പോൾ മാത്രം എന്നെ വിളിക്കും. അല്ല, ഇന്ന് പകൽ കർത്താവ് ആഗ്രഹിക്കുന്നു, നീ എന്നും അവിടെ കിടക്കാനല്ല. പലരും നിന്നെ പലതിനും ഉപയോഗിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു മാന്യതയുടെ പാത്രമാക്കി വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഒരു പാത്രമാക്കി നിന്നെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് പറയാമോ, കർത്താവെ എനിക്കൊന്ന് പുറത്തു വരണം, ഒരു കാര്യം കർത്താവ് കൽപ്പിക്കുന്ന പോലെ ചെയ്യാൻ ഒന്ന് ആഗ്രഹിക്കാമോ? അങ്ങനെയുള്ളവർ ഇന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.